ശബരിമല സ്വർണ്ണ കവർച്ചയിൽ സ്വർണം പൂശിയ പാളികൾ SIT പരിശോധിക്കും. ഇതിന് അനുമതി തേടി SIT തന്ത്രിക്ക് കത്ത് നൽകി. ആചാരപ്രകാരം ഭഗവാന്റെ അനുജ്ഞ വാങ്ങി പരിശോധന നടത്തും. പരിശോധന നട തുറന്നതിന് ശേഷം സ്വർണ്ണപ്പാളികൾ പൂർണ്ണമായി മാറ്റിയോ എന്ന് പരിശോധിക്കും. വിവരങ്ങളുമായി തലസ്ഥാനത്ത് നിന്ന് രാജീവ് ചേരുകയാണ്. രാജീവ്, എന്തായാലും സ്വർണം പൂശിയ പാളികൾ SIT പരിശോധിക്കും. അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്, അനുമതി തേടിയിട്ടുണ്ട് എന്നുള്ളതാണ് രാജീവ് പറയും. രാഖി, വളരെ നിർണായകമായൊരു നീക്കത്തിലേക്കാണ് പ്രത്യേക അന്വേഷണ സംഘം കടക്കുന്നത്. നട തുറന്നാൽ ഉടൻ തന്നെ ഈ സ്വർണ്ണപ്പാളികൾ പരിശോധിക്കാൻ, അതായത് സ്വർണം പൂശിയ ചെമ്പുപാളികൾ പരിശോധിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഇതിന് പ്രധാനമായും അന്വേഷണ സംഘം പറയുന്നത് രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഈ ചെമ്പുപാളികൾ കൊണ്ടുപോകുന്ന സമയത്ത് ഇത് പൂർണ്ണമായും മാറ്റിയിട്ടുണ്ടോ, അതായത് സ്വർണ്ണപ്പാളികൾ മാറ്റി ചെമ്പുപാളികൾ കൊണ്ടുവരുമ്പോൾ മുമ്പ് ഇവിടെ നിന്ന് കൊണ്ടുപോയ പാളികൾ തന്നെയാണോ തിരികെ സ്ഥാപിച്ചിരിക്കുന്നത്, അതോ പൂർണ്ണമായും ഈ സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കണം. അതിന് ശാസ്ത്രീയ പരിശോധന ഉൾപ്പെടെ ആവശ്യമാണ്. ഇക്കാര്യം കോടതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ ഭാഗമായാണ് പ്രത്യേക അന്വേഷണ സംഘം ശബരിമലയിലെത്തി പരിശോധന നടത്തുന്നത്. ഇതിനായി അനുമതി തേടിക്കൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം തന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു. ഈ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ പരിശോധനകൾ ഉണ്ടാവുക. ഏതായാലും ഭഗവാന്റെ അനുജ്ഞ കൂടി വാങ്ങിക്കൊണ്ട് നട തുറന്നിരിക്കുന്ന സമയത്ത് പരിശോധിക്കാനുള്ള അനുമതി തന്ത്രിയും അതുപോലെ തന്നെ ദേവസ്വം ബോർഡും നൽകി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ മണ്ഡലകാലം തുടങ്ങിക്കഴിയുമ്പോൾ തന്നെ പരിശോധന നടത്താനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഈ അന്വേഷണത്തിൽ വളരെ നിർണായകമാണ് SITയുടെ ഇത്തരത്തിലുള്ള ശാസ്ത്രീയ പരിശോധന. നേരത്തെ ഹൈക്കോടതിയും ഇത് വ്യക്തമാക്കിയിരുന്നു. ശാസ്ത്രീയ പരിശോധനകൾ ഉൾപ്പെടെ നടത്തിക്കൊണ്ട് എത്രത്തോളം സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ഈ സ്വർണ്ണപ്പാളികൾ പൂർണ്ണമായി മാറ്റിയിട്ടുണ്ടോ, ഇതിനുശേഷം പുതിയ ചെമ്പുപാളികളാണോ ഈ സ്വർണം പൂശി തിരികെ സ്ഥാപിച്ചിരിക്കുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തണമെന്ന ആവശ്യമായിരുന്നു ഹൈക്കോടതി മുന്നോട്ട് വെച്ചിരുന്നത്. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നിർണായക നീക്കം ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നത്. കാരണം ഇവിടെ നിന്ന് കട്ടിളപ്പാളികളും അതുപോലെ തന്നെ ദ്വാരപാലക ശില്പത്തിൻ്റെ സ്വർണ്ണപ്പാളികളും ഒക്കെ കൊണ്ടുപോയതിനു ശേഷം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അതെത്തിക്കുകയും അത് പ്രദർശന വസ്തുവാക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് ഇവിടെ എത്തിച്ച് സ്വർണം വേർതിരിച്ചെടുത്തത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ്, അതായത് പൂർണ്ണമായും സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടോ, ഈ പുതിയ ചെമ്പാണോ ഇവിടേക്ക് എത്തിച്ച് പിന്നീട് സ്വർണം പൂശി പുതിയ ചെമ്പ് എത്തിച്ചതാണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വേണം. അത്തരത്തിലുള്ള വ്യാപകമായൊരു തട്ടിപ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി കാണാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം കരുതുന്നത്. പ്രത്യേകിച്ചും ഉന്നത ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെയും ദേവസ്വം ബോർഡിൻ്റെയും അന്ന് ദേവസ്വം കമ്മീഷണറായിരുന്ന N. വാസു ഉൾപ്പെടെയുള്ളവരുടെ അറിവോടുകൂടി വലിയൊരു ഗൂഢാലോചനയാണ് ഈ വിഷയത്തിൽ നടന്നിരിക്കുന്നത്. മാത്രമല്ല N. വാസു ഈ സ്വർണ്ണപ്പാളികൾ ചെമ്പ് എന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് ഉത്തരവിറക്കുന്നതിന് കൂട്ടുനിൽക്കുകയും അതിന് അനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാർ ഉൾപ്പെടെ ഇതിന് കൂട്ടുനിന്നു എന്ന് അന്വേഷണ സംഘത്തിന് വളരെ കൃത്യമായ വിവരങ്ങൾ ലഭിച്ച ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ശാസ്ത്രീയ പരിശോധനകളിലേക്ക് കടക്കുന്നത്. ഏതായാലും നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് മണ്ഡലകാലം തുടങ്ങി നട തുറന്നാലുടൻ തന്നെ ഈ ശാസ്ത്രീയ പരിശോധന നടത്തും. രാഖി. ശരി രാജീവ്, എന്തായാലും ഹൈക്കോടതി ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട് നേരത്തെ അറിയിച്ചതാണ്. ഭഗവാന്റെ വിഗ്രഹം പോലും കടത്താനുള്ള ശ്രമമാണോ നടന്നത് എന്ന ആശങ്ക ഹൈക്കോടതി അടക്കം രേഖപ്പെടുത്തി എന്നുള്ളതാണ്. എന്തായാലും ശബരിമല സ്വർണ്ണ കവർച്ചയിൽ സ്വർണം പൂശിയ പാളികൾ SIT പരിശോധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതിന് അനുമതി തേടി SIT തന്ത്രിക്ക് കത്ത് നൽകിയെന്ന വാർത്തയാണ് രാജീവ് തിരുവനന്തപുരത്ത് നിന്ന് ബ്രേക്ക് ചെയ്തത്. എന്തായാലും ഈ വാർത്തയുടെ കൂടുതൽ അപ്ഡേറ്റ്സ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്.